നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥി സമരം ഒത്തുതീർത്തു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സമരം പിൻവലിക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചത്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന സംവരണ സീറ്റുകൾ നികത്തും. വിദ്യാർത്ഥികളുടെ ജീവനക്കാരുടെയും പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്നും മന്ത്രി ആർ ബിന്ദുവിന്റെ തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി കെ.ആർ. നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ. ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണനുമായി സഹകരിക്കില്ലെന്നും വിദ്യാർത്ഥികൾ. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്രത്തെ വിമർശിച്ചും സഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. രാജ്യത്തിന്റെ പല ഭാഗത്തും മതേതരത്വവും മാധ്യമ സ്വാതന്ത്ര്യവും വെല്ലുവിളി നേരിടുന്നു. ഇവ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഗവർണർ. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്ന നയപ്രഖ്യാപന പ്രസംഗം. ഡാമിന്റെ പഴക്കം ഭീഷണി സൃഷ്ടിക്കുന്നുവെന്നും ഗവർണർ. ദേശീയപാത നിർമ്മാണത്തിൽ കേന്ദ്ര സഹായത്തെ നയപ്രഖ്യാപനത്തിൽ പ്രശംസിച്ചു. തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിൽ കേരളം മുന്നിലെന്ന് ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. 5 വർഷം കൊണ്ട് 20 ലക്ഷം തൊഴിൽ നൽകുകയാണ് ലക്ഷ്യം. കുടുംബശ്രീയിൽ അഭിമാനമെന്നും ഗവർണർ. കിഫ്ബിക്കായി കടമെടുക്കുന്നത് സംസ്ഥാനത്തിന്റെ വായ്പയായി പരിഗണിക്കുന്നതിന് എതിരെയും നയപ്രഖ്യാപന പ്രസംഗത്തിൽ വിമർശനം. കിഫ്ബി വഴിയുള്ള സംസ്ഥാനത്തിന്റെ കടമെടുപ്പിൽ നിയന്ത്രണം പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഗവർണർ. ഇത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കും. കടമെടുപ്പ് പരിധി ഉയർത്താൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സാമ്പത്തിക ഫെഡറലിസം വിഷയത്തിൽ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഗവർണർ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചും പരാമർശം. സിൽവർ ലൈൻ വേഗവും സുരക്ഷിത യാത്രയും നൽകും. പദ്ധതിയുടെ DPR റെയിൽവേക്ക് നൽകി. കേന്ദ്രത്തിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണെന്നും ഗവർണർ. വളർച്ച സംബന്ധിച്ച നീതി ആയോഗിന്റെയും റിസർവ് ബാങ്കിന്റെയും കണക്കുകൾ നിരത്തി കേരളത്തിന്റെ വളർച്ച ചൂണ്ടിക്കാട്ടി ഗവർണർ. സുസ്ഥിര വികസനത്തിന് സംസ്ഥാനത്തെ കേന്ദ്രം പലതവണ അഭിനന്ദിച്ചു. അന്താരാഷ്ട്ര തലത്തിലും നിരവധി അംഗീകാരങ്ങൾ സംസ്ഥാനം നേടി. കേരളം 17% വളർച്ച നേടിയെന്നും ഗവർണർ. ലൈഫ് മിഷൻ പദ്ധതി തുടരുമെന്ന് ഗവർണർ. ദുർബല വിഭാഗങ്ങളെ പരിഗണിച്ചുകൊണ്ട് വികസനം നടപ്പാക്കും. ഏറ്റവും ദരിദ്രരുടെ കൈപിടിച്ചുയർത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഗവർണർ. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെ പരോക്ഷമായി വിമർശിക്കുന്ന ഭാഗങ്ങൾ ഗവർണർ തന്നെ വായിച്ചു. നിയമനിർമ്മാണ സഭ ജനങ്ങളുടെ ആഗ്രഹമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. നിയമനിർമ്മാണത്തിന്റെ അന്തസ്സത്ത സംരക്ഷിക്കപ്പെടണമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ എത്തിയപ്പോൾ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ഒത്തുതീർപ്പ് എന്ന മുദ്രാവാക്യം വിളിച്ചായിരുന്നു പ്രതിഷേധം. ഗവർണർ സർക്കാർ ഭായി ഭായി, എന്തിനീ ഒത്തുകളി തുടങ്ങിയ ബാനറുകൾ ഉയർത്തിയും പ്രതിപക്ഷ പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ സംഘർഷത്തിൽ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി P.K. ഫിറോസിനെ റിമാൻഡ് ചെയ്തു. തിരുവനന്തപുരം പാളയത്ത് വെച്ചാണ് P.K. ഫിറോസിനെ അറസ്റ്റ് ചെയ്തത്. അക്രമങ്ങളിൽ 29 യൂത്ത് ലീഗ് പ്രവർത്തകരെയാണ് ഇതുവരെ പിടികൂടിയത്. സർക്കാരിന്റേത് രാഷ്ട്രീയ പകപോക്കലെന്ന P.K. ഫിറോസ്. അറസ്റ്റ് നടത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്നും P.K. കുഞ്ഞാലിക്കുട്ടി. നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കുഞ്ഞാലിക്കുട്ടി. P.K. ഫിറോസിന്റെ അറസ്റ്റ് ഭരണകൂട ഭീകരതയെന്ന രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് അതിശക്തമായ പ്രതിഷേധമുയരും. UDF നിയമ നടപടി സ്വീകരിക്കുമെന്നും രമേശ് ചെന്നിത്തല. കൊച്ചിയിൽ വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. വെണ്ണലയിൽ ഇലക്ട്രിക് പോസ്റ്റിലെ കേബിളിൽ ബൈക്ക് കുരുങ്ങിയാണ് ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റത്. ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. മരട് സ്വദേശി അനീഷിനാണ് പരിക്കേറ്റത്. മൂവാറ്റുപുഴയിൽ കനാൽ ഇടിഞ്ഞു വീണ് വൻ അപകടം. ഇന്നലെ വൈകിട്ട് മൂവാറ്റുപുഴ കൂത്താട്ടുകുളം ലിങ്ക് റോഡിൽ പണ്ടപ്പിള്ളിക്ക് 50 മീറ്റർ ദൂരെയാണ് അപകടം. റോഡിലൂടെ കാർ പോയതിന് തൊട്ടു പിന്നാലെ കനാൽ ഇടിഞ്ഞു. എതിർവശത്തുള്ള വീടിന്റെ ഗേറ്റും തകർത്ത് വെള്ളവും ചെളിയും വീട്ടുമുറ്റത്ത് എത്തി.
സിറോ മലബാർ സഭ കുർബാന തർക്കത്തെ തുടർന്ന് എറണാകുളത്ത് വൈദികനെ വിശ്വാസികൾ തടഞ്ഞു. എറണാകുളം കൂനമ്മാവ് കൊച്ചാൽപ്പള്ളി വികാരി ഫാദർ സൈമൺ പുല്ലുപേട്ടയാണ് തടഞ്ഞത്. സിനഡ് നിർദ്ദേശിച്ച ഏകീകൃത കുർബാന വേണ്ടെന്ന് വിശ്വാസികൾ. പള്ളി ഇടവകാംഗങ്ങൾ താഴിട്ടുപൂട്ടി. സർക്കുലർ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ കത്തിച്ചു. വയനാടുമായി അതിർത്തി പങ്കിടുന്ന കർണാടകയിലെ വെള്ളയിൽ 15-കാരനെ കടുവ കൊന്നു. HD കോട്ട വെള്ള സ്വദേശി ബി കാള പുഷ്പ ദമ്പതിമാരുടെ മകൻ മഞ്ജുവിനെയാണ് കടുവ കൊന്നത്. രാവിലെ നടന്നു പോകുമ്പോഴായിരുന്നു കടുവ ആക്രമിച്ചത്. അട്ടപ്പാടി തമിഴ്നാട് അതിർത്തിയിൽ യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. മട്ടത്തുകാടിന് സമീപം ഗോപാനാരയിലാണ് സംഭവം. മേട്ടുപ്പാളയത്തിലേക്ക് പോവുകയായിരുന്ന യാത്രക്കാരാണ് ആനയ്ക്ക് മുന്നിൽ പെട്ടത്. വന്യമൃഗശല്യം തടയാൻ കേന്ദ്ര നിയമത്തിൽ ഭേദഗതി ആവശ്യപ്പെട്ട് അടുത്ത മാസം 7-ന് കൽപ്പറ്റയിൽ LDF കൂട്ട സത്യാഗ്രഹം നടത്തും. വയനാട് മെഡിക്കൽ കോളേജിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാരിലും സമ്മർദ്ദം ചെലുത്താനും ജില്ലാ LDF യോഗത്തിൽ തീരുമാനമായി. ലൈഫ് മിഷൻ അഴിമതി കേസിൽ സ്വപ്ന സുരേഷ് EDക്ക് മുന്നിൽ ഹാജരായി. ലൈഫ് മിഷനിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് സ്വപ്ന. 6 കോടി രൂപയുടെ കോഴ ഇടപാടാണ് നടന്നത്. നേരത്തെ കൈമാറിയ തെളിവിൽ എത്രമാത്രം കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അറിയില്ലെന്നും സ്വപ്ന. M ശിവശങ്കറിന് പണം കൈമാറിയതായി അറിയാമെന്ന് സരിത്ത്. എല്ലാം EDക്ക് മുന്നിൽ നേരത്തെയും പറഞ്ഞിട്ടുണ്ടെന്നും സരിത്ത്. ക്ഷയരോഗത്തെ തുടർന്ന് പുള്ളിമാനുകളും കൃഷ്ണമൃഗങ്ങളും മരിച്ച തിരുവനന്തപുരം മൃഗശാലയിൽ മ്യൂസിയം മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പരിശോധന നടത്തി. പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്ന് മന്ത്രി. മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മുൻകരുതൽ എടുക്കണം. ജീവനക്കാർക്ക് ഗ്ലൗസ്, മാസ്ക്, ഷൂ തുടങ്ങിയവ ഉറപ്പാക്കുമെന്നും മന്ത്രി. ആലപ്പുഴ ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 മരണം. അമ്പലപ്പുഴ കാക്കാഴം മേൽപ്പാലത്തിൽ പുലർച്ചെ 1:30 കാറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം പെരിൻകടവിള ആലത്തൂർ സ്വദേശികളായ പ്രസാദ്, ഷിജുദാസ്, സച്ചിൻ, സുമോദ്, കൊല്ലം മൺട്രോത്തുരുത്ത് തേവലക്കര സ്വദേശി അമൽ എന്നിവരാണ് മരിച്ചത്. ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസലും മറ്റ് പ്രതികളും സമർപ്പിച്ച അപ്പീൽ ഹർജിയിൽ ഹൈക്കോടതിയിൽ നാളെ വാദം തുടരും. തങ്ങൾ നൽകിയ കൗണ്ടർ കേസ് പരിഗണിക്കാതെയാണ് ശിക്ഷ വിധിച്ചതെന്നാണ് ഹർജിക്കാരുടെ വാദം. ലക്ഷദ്വീപ് ഭരണകൂടം ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തു. വർക്കലയിൽ വീടിന് തീപിടിച്ച് പിഞ്ചു കുഞ്ഞുൾപ്പെടെ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചതിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന്. പച്ചക്കറി വ്യാപാരി പ്രതാപനും കുടുംബവുമാണ് മരിച്ചത്. പ്രതാപന്റെ മകൻ നൽകിയ പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടന്നിരുന്നുവെങ്കിലും തീയുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനായില്ല. എറണാകുളം ഇടപ്പള്ളിയിൽ KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. റോഡിൽ വീണ ബൈക്കിന് മുകളിലൂടെ ബസ് കയറിയിറങ്ങിയെങ്കിലും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഉച്ചയ്ക്ക് ഇടപ്പള്ളി കവലയിൽ വെച്ചായിരുന്നു അപകടം. ആം ആദ്മി പാർട്ടി കേരള ഘടകം പിരിച്ചുവിട്ടു. പുതിയ ഭാരവാഹികളെ ഉടൻ പ്രഖ്യാപിക്കുമെന്നും വിശദീകരണം. ആം ആദ്മി പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി സന്ദീപ് പാഠക് ആണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്തെ നഴ്സുമാരുടെ മിനിമം വേതനം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. 3 മാസത്തിനകം വേതനം പുനഃപരിശോധിക്കാനാണ് ഉത്തരവ്. 2018-ൽ സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനമാണ് പുനഃപരിശോധിക്കേണ്ടത്. കൊല്ലം കുണ്ടറ സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനിക്ക് പീഡനം. തിരുവനന്തപുരം പാലോടെത്തിച്ചാണ് പീഡിപ്പിച്ചത്. തിരുവനന്തപുരം പെരുമാതുറ സ്വദേശികളായ ജസീർ, നൌഫൽ, നിയാസ് എന്നിവർ പിടിയിലായി. ജസീറും നൌഫലും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ്. ഇൻസ്റ്റഗ്രാം വഴിയാണ് പെൺകുട്ടിയെ വലയിലാക്കിയതെന്നും പോലീസ്. മകരസംക്രമ സന്ധ്യയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ തിരുവാഭരണങ്ങളുമായി ഘോഷയാത്രാ സംഘം പന്തളത്ത് മടങ്ങിയെത്തി. പുലർച്ചെ ആറന്മുളയിൽ നിന്നുള്ള മടക്കയാത്രയിൽ വഴിയിലുടനീളം ഭക്തർ വരവേൽപ്പ് നൽകി. വയനാട്ടിൽ കടുവ ആക്രമണത്തിൽ മരിച്ച കർഷകൻ പുതുശ്ശേരിയിലെ തോമസിന്റെ പേരിലുള്ള കാർഷിക ലോൺ പൂർണ്ണമായും എഴുതിത്തള്ളി. കേരള ബാങ്ക് അധികൃതരാണ് ഇക്കാര്യം അറിയിച്ചത്. 5,14,309 രൂപയാണ് എഴുതിത്തള്ളിയത്.
ആക്കുളത്ത് കണ്ടെയ്നർ ലോറി ഡിവൈഡറിൽ ഇടിച്ചു കയറി. പുലർച്ചെയായിരുന്നു സംഭവം. അപകടം നടന്ന ഉടൻ ഡ്രൈവർ കായലിലേക്ക് എടുത്തുചാടി രക്ഷപ്പെട്ടു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125-ാം വാർഷികത്തിൽ ചരിത്ര പ്രഖ്യാപനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആൻഡമാൻ നിക്കോബാറിലെ 21 ദ്വീപുകൾക്ക് പരംവീർ ചക്ര ജേതാക്കളുടെ പേര് നൽകി. ആൻഡമാനിൽ സുഭാഷ് ചന്ദ്രബോസ് ആദ്യമായി ത്രിവർണ്ണ പതാക ഉയർത്തിയ സ്ഥലത്ത് സ്ഥാപിച്ച ഭീമൻ ഇന്ത്യൻ പതാക ജനങ്ങളിൽ ദേശീയ സ്നേഹം നിറയ്ക്കുന്നതാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഹിജാബ് വിലക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ. പരിഗണിക്കേണ്ട കേസുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞു. വിലക്ക് നിലനിൽക്കുന്നതിനാൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത സാഹചര്യമാണെന്നും ഫെബ്രുവരി 6-ന് പരീക്ഷ നടക്കാനിരിക്കുകയാണെന്നും അഭിഭാഷക അഡ്വക്കേറ്റ് മീനാക്ഷി അറോറ കോടതിയിൽ പറഞ്ഞു. കൊല്ലപ്പെട്ടയാൾക്കും ജപ്തി നോട്ടീസ്. PFI ഹർത്താലിനെതിരായ നടപടിയിൽ പാലക്കാട് എലപ്പുള്ളിയിൽ കൊല്ലപ്പെട്ട സുബൈറിന്റെ വീട്ടിലും ജപ്തി നോട്ടീസ് പതിച്ചു. പിഴയടച്ചില്ലെങ്കിൽ സുബൈറിന്റെ മുഴുവൻ ആസ്തിയും ജപ്തി ചെയ്യുമെന്നാണ് നോട്ടീസ്. 2022 ഏപ്രിൽ 15-നാണ് സുബൈർ കൊല്ലപ്പെട്ടത്. സെപ്റ്റംബർ 23-നായിരുന്നു PFI ഹർത്താൽ. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി ചേരുന്നു. പ്രസാദ്, ഈ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ PFIയുടെ ഭാഗമല്ലാതിരുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഹർത്താൽ നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട PFI പ്രവർത്തകന്റെ വീട്ടിലും ജപ്തി നോട്ടീസ് പതിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ആര്യ, നേരത്തെയും ഇത്തരം പരാതികൾ ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഹർത്താലിന് മുമ്പും ആര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട സുബൈറിന്റെ വീട്ടിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതിൽ ഈ ജപ്തി നോട്ടീസിൽ തന്നെ പറയുന്നത് പൊതു സ്വകാര്യ മുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കുടിശ്ശിക സംബന്ധിച്ച് പരേതനായ മുഹമ്മദ് സുബൈറിന്റെ എന്നയാൾ അടയ്ക്കേണ്ടുന്ന തുക 5.2 കോടി രൂപയും മറ്റ് നടപടികളും അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് സുബൈറിന്റെ അനന്തരാവകാശികളായ അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും അതോടൊപ്പം തന്നെ ഭാര്യ, മക്കൾ എന്നിവരുടെ പേരിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഏപ്രിൽ 15-നായിരുന്നു സുബൈർ കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ 9 RSS BJP പ്രവർത്തകരെ, പ്രാദേശിക പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ ഹർത്താൽ നടക്കുന്നത് സെപ്റ്റംബർ 23-നാണ്. അതായത് മാസങ്ങൾക്ക് മുമ്പേ സുബൈർ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഈ ഹർത്താലിന്റെ പേരിൽ സുബൈറിനെ ചേർത്തുകൊണ്ട് സുബൈറിന്റെ അനന്തരാവകാശികളുടെ പേരിലാണ് ഇപ്പോൾ ജപ്തി നോട്ടീസ് നൽകിയിട്ടുള്ളത്. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകുന്നത്. മറ്റ് വാർത്തകളിലേക്ക്. പോപ്പുലർ ഫ്രണ്ട് ഹർത്താൽ ആക്രമണത്തിൽ കേരള മുസ്ലിം ജമാഅത്തിന്റെ വയനാട് മുട്ടിൽ യൂണിറ്റ് പ്രസിഡന്റിന്റെ ഭൂമി കണ്ടുകെട്ടി റവന്യൂ വകുപ്പിന്റെ നടപടി. കൂട്ടമംഗലത്ത് റവന്യൂ വകുപ്പ് അകാരണമായ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതായി മദ്രസ അധ്യാപകൻ കൂടിയായ UP അബ്ദുൾ റഹ്മാനാണ് പരാതിയുമായി രംഗത്ത് വന്നത്. PFI പ്രവർത്തകർ അല്ലാത്തവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ശ്രമം നടക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുസ്ലിം ലീഗുകാരുടെയും ഒരു പാർട്ടിയുമായി ബന്ധമില്ലാത്തവരുടെയും സ്വത്ത് കണ്ടുകെട്ടാൻ ശ്രമം നടക്കുന്നു. നിരപരാധികളെ തീവ്രവാദികളായി ചിത്രീകരിക്കാൻ അനുവദിക്കില്ലെന്നും VD സതീശൻ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി INS വാഗിർ കമ്മീഷൻ ചെയ്തു. നാവികസേനാ മേധാവി അഡ്മിറൽ R ഹരികുമാറാണ് അന്തർവാഹിനി രാജ്യത്തിന് സമർപ്പിച്ചത്. കൽവരി ശ്രേണിയിലെ 5ാമത്തെ അന്തർവാഹിനിയാണിത്. സമുദ്ര ഉപരിതലത്തിലും അടിത്തട്ടിലും എതിരാളികളെ നേരിടാനുള്ള ശക്തി, നിരീക്ഷണം, വിവരശേഖരണം എന്നീ ദൌത്യങ്ങളും INS വാഗറിന് നിർവഹിക്കാനാകും. ഉത്തരേന്ത്യയിലും വടക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിലും ശക്തമായ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. അടുത്ത 5 ദിവസം മഴയും ആലിപ്പഴം വീഴ്ചയും തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ജമ്മുകശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ് സംസ്ഥാനങ്ങളിലാണ് മുന്നറിയിപ്പ്. പാക് തലസ്ഥാനം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ മണിക്കൂറുകളായി ഇരുട്ടിൽ. പവർ ജനറേഷൻ യൂണിറ്റുകൾ താൽക്കാലികമായി പ്രവർത്തനം അവസാനിപ്പിച്ചതിനെ തുടർന്നാണ് കറാച്ചി, ലാഹോർ, പെഷാവർ, ക്വറ്റ നഗരങ്ങൾ 3 മണിക്കൂറിലേറെയായി ഇരുട്ടിലായത്. ഇന്ധന ചെലവ് ചുരുക്കലിന്റെ ഭാഗമായാണ് പവർ ജനറേറ്ററുകൾ ഷട്ട് ഡൌൺ ചെയ്തതെന്നാണ് വിവരം.
തിരുവനന്തപുരത്ത് കുപ്രസിദ്ധ ഗുണ്ട ഓം പ്രകാശിന്റെ കൂട്ടാളികൾ കീഴടങ്ങിയത് സിപിഐ നേതാവിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്ക് എത്തുമെന്ന് ഉറപ്പായതോടെ. പാറ്റൂർ ആക്രമണക്കേസിലെ ഒന്നാം പ്രതി സിപിഐ നേതാവിന്റെ ബന്ധുവിനെ വീട്ടിലിരുന്ന് ഫോൺ വിളിച്ചെന്ന് വ്യക്തമായതോടെയാണ് വീട്ടിൽ കയറി പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇത് രാഷ്ട്രീയ നേതാക്കൾ അറിഞ്ഞതിനു പിന്നാലെ കീഴടങ്ങാൻ തയ്യാറെന്ന് പ്രതികൾ ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ കണ്ടുകെട്ടൽ നടപടി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ. 248 വസ്തുവകകൾ സർക്കാർ പിടിച്ചെടുത്തതായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് റിപ്പോർട്ട് നൽകിയത്. ഇതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. കേസ് നാളെ പരിഗണിക്കും. MS അനീഷ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. അനീഷ്, വിശദാംശങ്ങൾ. പലവട്ടം ഹൈക്കോടതിയെ സംബന്ധിച്ച് സർക്കാരിന് അന്ത്യശാസനം നൽകിയിരുന്നു. ഈ പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട വസ്തുവകകൾ കണ്ടുകെട്ടുന്നതിൽ അമാന്തം കാണിക്കരുതെന്ന് ആവശ്യപ്പെട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച ഹർജി പരിഗണിക്കുകയും എത്രയും പെട്ടെന്ന് ഈ വസ്തുവകകൾ കണ്ടുകെട്ടണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. സർക്കാർ നിലവിൽ കാണിക്കുന്ന മെല്ലെപ്പോക്കിൽ രൂക്ഷമായ വിമർശനവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 248 വസ്തുവകകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പിടിച്ചെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വസ്തുവകൾ പിടിച്ചെടുത്തിരിക്കുന്നത് കൊല്ലം, മലപ്പുറം ജില്ലയിലാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഏറ്റവും കുറച്ച് വസ്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. 2022 സെപ്റ്റംബറിൽ പോപ്പുലർ ഫ്രണ്ട് ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താലിനെതിരെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഹർത്താലിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ ആക്രമണം പൊതു സ്വത്തിനും ഒപ്പം സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങൾക്കും മറ്റുമൊക്കെ നേരെ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കേസെടുക്കുകയും ഈ ഹർത്താലിനെ നിയമവിരുദ്ധമായ ഹർത്താലായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. നേരത്തെ സംസ്ഥാനത്ത് മിന്നൽ ഹർത്താലുകൾ നിരോധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവെത്തിയിരുന്നു. ഈ വിധിയുടെ ശക്തമായ ലംഘനമാണ് ഈ ഹർത്താലിൽ നടന്നതെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും ഈ അന്ന് ഉണ്ടായ നാശനഷ്ടങ്ങളുടെ നഷ്ടപരിഹാരം ഈ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും ഈടാക്കാൻ കോടതി ഉത്തരവിട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ കണ്ടുകെട്ടുമായി സംബന്ധിച്ച വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്നാണ് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഇതിനനുസരിച്ചുള്ള കണക്കാണ് ഇപ്പോൾ കോടതി സമർപ്പിച്ചിരിക്കുന്നത്. നാളെ ഈ കേസ് കോടതി പരിഗണിക്കും. അനീഷ്, എത്രയും വേഗം ഈ കണ്ടുകെട്ടൽ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇപ്പോൾ ഈ ഒരു നടപടി എവിടം വരെ എത്തി നിൽക്കുന്നു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ സർക്കാർ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? ഏതാണ്ട് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശമുള്ളതും അല്ലെങ്കിൽ നേരിട്ട് പ്രതികളായ ആളുകളുടെ വസ്തുവകൾ അടക്കമുള്ളവ കണ്ടുകെട്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ പേരിലുള്ള ആസ്തികളും കണ്ടുകെട്ടിയെന്ന് കോടതിയിൽ സർക്കാർ അറിയിച്ചിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലും എത്രമാത്രം സ്വത്തുവകളാണ് കണ്ടുകെട്ടിയത്, എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഇതിന്റെ ഭാഗമായി ചെയ്തതെന്നടക്കം സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കാരണം സാധാരണഗതിയിൽ 2 തരത്തിലുള്ള സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളാണ് നടക്കുന്നത്. അത് ഈ സ്ഥലം കണ്ടെത്തി തിരിച്ചറിഞ്ഞ ശേഷം മുൻകൂർ നോട്ടീസ് നൽകിയൊക്കെയുള്ള സ്വത്ത് കണ്ടുകെട്ടൽ ഉണ്ട്. എന്നാൽ ഇത് കോടതി ഉത്തരവ് പ്രകാരമുള്ള കണ്ടുകെട്ടലായതുകൊണ്ട് തന്നെ ഇതിനിടയിലുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഒഴിവാക്കിയാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് കടന്നിരുന്നതെന്ന് നേരത്തെ റവന്യൂ വകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കോടതി നിർദ്ദേശപ്രകാരം അത് പാലിക്കുന്ന രീതിയിൽ ആളുകളെ തിരിച്ചറിഞ്ഞ ശേഷം വസ്തുവകൾ ആരുടെ എത്തിയെന്ന് കൃത്യമായി അറിഞ്ഞ ശേഷമാണ് ഇത്തരത്തിലെ കണ്ടുകെട്ടൽ നടപടികൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും സംബന്ധിച്ച വളരെ വിശദമായ റിപ്പോർട്ട് ഏതൊക്കെ സ്ഥലങ്ങളിൽ എത്ര ഇടങ്ങളിലൊക്കെയാണ് ഈ താലൂക്കും വില്ലേജും മറ്റുമൊക്കെ തിരിച്ചാണ് ഈ ഭൂമി കണ്ടുകെട്ടലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ജീവൻ അമ്മാനമാടി സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിൽ. വർക്കലയിൽ നിന്ന് വടശ്ശേരിക്കോണം MLA പാലം ആലങ്കോട് വഴി ആറ്റിങ്ങലിലേക്ക് പോകുന്ന ബസിന്റേതാണ് അഭ്യാസ പ്രകടനം. ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. തിരുവനന്തപുരം വർക്കല മണമ്പൂർ ഭാഗത്ത് നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. ഇതോടെ ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.